ഹരേ കൃഷ്ണ. കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ഫെബ്രുവരി 24 തിങ്കളാഴ്ചയാണ് വിജയ ഏകാദശി. ഏകാദശി തിഥി വരുന്നത് ഫെബ്രുവരി 23 ഉച്ചയ്ക്ക് 1:55 മുതൽ ഫെബ്രുവരി 24 ഉച്ചയ്ക്ക് 1:44 വരെയാണ്. ഏകാദശിയും ദ്വാദശിയും കൂടി വരുന്ന ദിവസമാണ് തിങ്കളാഴ്ച. അന്നാണ് നമ്മൾ വിജയ ഏകാദശി ആചരിക്കുന്നത്. തിരുവല്ലാമല ഏകാദശി എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. പേര് പോലെ തന്നെ ഏത് കാര്യത്തിലും നമുക്ക് വിജയം കൈവരിക്കാനായിട്ട് ഈ ഏകാദശി എടുത്താൽ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ 23, 24, 25 തീയതികളിലാണ് നമ്മൾ വ്രതം എടുക്കുന്നത്. അപ്പോൾ 23-ാം തീയതി നമ്മൾ തലേദിവസം നമ്മൾ തന്നെ തുളസിയെല്ലാം പൊട്ടിച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ രാവിലെ ബ്രാഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് കുളിച്ച് വിളക്ക് വയ്ക്കാനും ഭഗവാന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാനും ശ്രദ്ധിക്കുക. അതുപോലെ വിളക്ക് വെച്ചതിന് ശേഷം നമ്മൾ സങ്കല്പം എടുക്കുക. നാളെ എന്ത് കഴിച്ചിട്ടാണോ നമ്മൾ ഏകാദശി എടുക്കുന്നത് അത് പൂർണ്ണതയിലെത്താൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായാലേ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞ് തുളസി ദേവിക്ക് ജലം സമർപ്പിക്കുക. പ്രസീത തുളസി ദേവി പ്രസീത ഹരിവല്ലഭേ ക്ഷീരോദ മദനോത്ഭൂതം തുളസീത്വം നമാമ്യഹം ഈ മന്ത്രം ചൊല്ലി 3 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്ത് ജലം സമർപ്പിക്കുക. വൈകിട്ട് തുളസി ദേവിക്ക് വിളക്ക് കത്തിക്കുന്നത് നല്ലതാണ്. അതുപോലെ ഭഗവാനെ നിവേദ്യം സമർപ്പിക്കുക. എന്നിട്ട് ആ നിവേദ്യം മഹാപ്രസാദം നമ്മൾ കഴിക്കുക. ഇനി 23-ാം തീയതി നമ്മൾ കഴിക്കേണ്ട ഭക്ഷണം എന്ന് പറയുമ്പോൾ നമുക്ക് രാവിലെ ഗോതമ്പോ റവയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കഴിക്കാം. ഉച്ചയ്ക്ക് മാത്രമാണ് അരിയാഹാരം പാടുള്ളൂ. വൈകിട്ട് സന്ധ്യയ്ക്ക് മുന്നേ തന്നെ ഭക്ഷണം പരമാവധി കഴിക്കാൻ ശ്രമിക്കുക. ഇനി രാവിലെ നമ്മൾ ചെയ്ത വിളക്ക് വയ്ക്കലും ദേഹശുദ്ധി വരുത്തി വിളക്ക് വെച്ച് നാമം ജപിച്ച പോലെ തന്നെ വൈകുന്നേരവും നമ്മൾ ദേഹശുദ്ധി വരുത്തി വിളക്ക് വെച്ച് നാമം ജപം മുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പം നമുക്കിനി 24-ാം തീയതി ഏകാദശിയുടെ അന്ന് ഇതുപോലെ തന്നെ ബ്രാഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് കുളിച്ച് ഭഗവാനെ വിളക്കൊക്കെ വെച്ച് നിവേദ്യം സമർപ്പിച്ച്, അതായത് ഏകാദശി ദിവസം എന്താണോ കഴിക്കാൻ ഉചിതമായിട്ടുള്ളത് അത് തന്നെ വേണം ഭഗവാനെ സമർപ്പിക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് ആ നിവേദ്യം നമുക്ക് കഴിക്കാവുന്നതാണ്. തുളസി ദേവിക്ക് അന്ന് വെള്ളം ഒഴിക്കാൻ പാടില്ല എന്നാണ്. കാരണം ദേവിയും വ്രതത്തിലായിരിക്കും. വൈകിട്ട് നെയ്ദീപം സമർപ്പിക്കണം ദേവിക്ക്. അത് വളരെ നല്ലതാണ്. ഭഗവാനെ നിവേദ്യമെല്ലാം സമർപ്പിച്ച് ക്ഷേത്രത്തിൽ പോകുന്നവർക്ക് ക്ഷേത്രത്തിൽ പോവാം. ഭഗവാനോട് ചേർന്നിരിക്കുക. നമ്മൾ ഏകാദശി വ്രതം എന്ന് പറയുന്നത് തന്നെ ഭഗവാനോട് അടുത്തിരിക്കുക. അതാണ് വ്രതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മനഃശുദ്ധിയോടുകൂടി നാമത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഭഗവാന്റെ അടുത്ത് ചേർന്നിരിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. അങ്ങനെ നമുക്ക് ജലം കുടിച്ച് ഉപവസിക്കാം. അതല്ല പാലും പഴവും കഴിച്ച് ഏകാദശി വ്രതം എടുക്കാം. അതും അല്ലെങ്കിൽ ഈ റാഗി, ഓട്സ്, ധാന്യങ്ങൾ, അരി, ഗോതമ്പ് ഇതൊന്നും കഴിക്കാതെ നമുക്ക് കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിച്ച് വ്രതാനുഷ്ഠിക്കാം. പിന്നെ എന്ത് കഴിക്കുന്നു എന്നതിലല്ല, നമ്മൾ ഭഗവാന്റെ നാമം മനഃശുദ്ധിയോടുകൂടി നമ്മൾ ജപിച്ച് ഭഗവാനോട് ചേർന്നിരിക്കുക. അതാണ് ഈ വ്രതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് പാലും പഴമൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ എന്തായാലും നമുക്ക് കഴിക്കാം. അത് എന്ത് നമ്മൾ കഴിക്കായാലും അത് ഭഗവാനെ സമർപ്പിച്ച് അത് നിവേദ്യമാക്കി മഹാപ്രസാദമായി നമ്മൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ തന്നെ വൈകുന്നേരം നമ്മൾ നാമം ജപിച്ച് ദേഹശുദ്ധി വരുത്തി വിളക്കൊക്കെ വെച്ച് നാമം ജപിച്ച് തുളസി ദേവിക്കും വിളക്കൊക്കെ വെച്ച്, അതായത് തുളസി ദേവിയെ നമ്മൾ എത്ര പരിപാലിക്കുന്നുവോ അത്രയും നമുക്ക് ഭഗവാനോടുള്ള ഭക്തിയിൽ മുന്നേറാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ തുളസി ദേവിയെ നന്നായി നോക്കുക, സ്നേഹിക്കുക, വിളക്കൊക്കെ വയ്ക്കുക. അപ്പോൾ ഏകാദശി അന്നത്തെ കാര്യം കഴിഞ്ഞു. പിന്നെ നമുക്ക് ഏകാദശി അന്ന് തന്നെ ഹരിവാസര സമയമുണ്ട്. ഈ ഹരിവാസര സമയം വരുന്നത് ഏകാദശിയുടെ അന്ന് രാവിലെ 7:48 മുതൽ രാത്രി 7:31 വരെയാണ്. വളരെ നല്ലൊരു സമയമാണ്. കാരണം നമുക്ക് നാമം ജപിച്ച് ഭഗവാനോട് ചേർന്നിരിക്കാനായിട്ട് സാധിക്കുന്ന സമയമാണ് ഇപ്രാവശ്യം ഏകാദശി സമയം വന്നിരിക്കുന്നത്. ഹരിവാസര സമയം എന്ന് പറയുമ്പോൾ ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിൽ ഉണ്ടായിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് ജലപാനം പോലും ഇല്ലാതെ നാമം ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. അതല്ലാതെ തന്നെ ഭഗവാനോട് ചേർന്ന് നാമം ജപിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ആ സമയം ആലോചിക്കുക. ആ സമയത്ത് നാമം
നന്നായിട്ട് നാമം ജപിക്കുക. മനഃശുദ്ധിയോടുകൂടി ഭഗവാനെ മനസ്സിൽ വെച്ച് നമ്മൾ നാമം ജപിക്കുക. പിറ്റേ ദിവസം 25-ാം തീയതിയാണ് പാരണ വീട്ടേണ്ട സമയം. ഈ പാരണ വീട്ടുന്നത് വളരെ കൃത്യമായി ചെയ്യണം, എന്നാലും നമ്മൾ എടുത്ത ഏകാദശി വ്രതം പൂർണ്ണമാവുകയുള്ളൂ. ആ സമയത്ത് തന്നെ പാരണ വീട്ടാനായിട്ട് ശ്രമിക്കാം. പാരണ സമയം എന്ന് പറയുന്നത് 2025 ഫെബ്രുവരി 25-ാം തീയതി രാവിലെ 6:37 മുതൽ 10:36 വരെയാണ് പാരണ സമയം. ഈ പാരണ നമുക്ക് വീട്ടിലും അമ്പലത്തിലും നമുക്ക് പാരണ വീട്ടാവുന്നതാണ്. വീട്ടിലാണെങ്കിൽ ഒരു കിണ്ടിയിൽ കുറച്ച് തുളസിയൊക്കെ എടുത്ത് അരിയും മലരൊക്കെ ഇട്ട് അത് തീർത്ഥമാക്കിയിട്ട് നമുക്ക് പാരണ വീട്ടാവുന്നതാണ്. ക്ഷേത്രത്തിലാണെങ്കിൽ തിരുമേനിക്ക് എന്തെങ്കിലും ദക്ഷിണ വെച്ച് കൊടുത്ത് നമുക്ക് ആ പുണ്യാഹം സേവിച്ച് പാരണ വീട്ടാം. എവിടെയായാലും നമ്മൾ പാരണ വീട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുമ്പോൾ, നമ്മൾ ഏകാദശി വ്രതം എടുത്തതിൽ ഒരുപാട് തെറ്റുകൾ നമുക്ക് സംഭവിച്ചിരിക്കാം. അപ്പോൾ ആ തെറ്റുകളൊക്കെ ഭഗവാനോട് പൊറുക്കാൻ പറഞ്ഞ് ക്ഷമാപണ മന്ത്രം ജപിക്കുക. അതിന് ശേഷമാണ് നമ്മൾ ഭോക്ഷേഹും പുണ്ടരീകാക്ഷം ശരണമേ ഭവാച്യുത ഈ മന്ത്രം 8 പ്രാവശ്യം ചൊല്ലിയിട്ട് വേണം തീർത്ഥം നമ്മൾ സേവിച്ച് പാരണ വീട്ടേണ്ടത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ഭഗവാനെ ക്ഷമിക്കണേ, ഭഗവാൻ ഈ ഏകാദശി അങ്ങയുടെ കാൽക്കൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഏകാദശി വ്രതം അവസാനിപ്പിക്കാം. അന്നും ഇതുപോലെ തന്നെ രാവിലെ നമ്മൾ ഭഗവാൻ എന്താണോ നിവേദിച്ചത് അത് നമുക്ക് വ്രതം അവസാനിപ്പിച്ചതിന് ശേഷം കഴിക്കാവുന്നതാണ്. പിന്നെ അന്ന് ഉച്ചയ്ക്ക് മാത്രമാണ് അരിയാഹാരം പാടുള്ളൂ. വൈകുന്നേരം നമ്മൾ റവയോ ഗോതമ്പോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കഴിക്കാം, അല്ലെങ്കിൽ പാലോ പഴം അങ്ങനെ എന്തെങ്കിലും കഴിക്കാം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്, ഏകാദശിയുടെ ഈ 3 ദിവസം നമ്മൾ ബ്രഹ്മചര്യം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. വളരെ ശുദ്ധിയോടുകൂടി നമ്മൾ ഈ വ്രതം ആചരിക്കണം. ഈ പറഞ്ഞ പോലെയൊക്കെ ഈ വ്രതം നമ്മൾ അനുഷ്ഠിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റേതായിട്ടുള്ള അതായത് നമുക്കിപ്പോൾ വേറെ ഒന്നും വേണ്ട, ഭഗവാനിൽ നമുക്ക് ഭക്തി തരണം അല്ലേ. അതിൽ പരം ഒരു വിജയം നമുക്ക് വേറെ ഇല്ല. ഭഗവാനെ ഓർമ്മിക്കാനുള്ളൊരു മനസ്സ്, ഭഗവാനോട് നാമം ചൊല്ലാനുള്ള ഒരു മനസ്സ്, ഭഗവാനോട് ചേർന്നിരിക്കാനുള്ളത്, മറ്റുള്ളവരെ കുറിച്ച് അപവാദങ്ങൾ പറയാതിരിക്കുക, മറ്റുള്ളവരെ കുറിച്ച് കുറ്റങ്ങൾ കേൾക്കാതിരിക്കുക, ഇതിനെല്ലാം നമ്മളെ സഹായിക്കണമെന്ന് വെച്ചാൽ ഭഗവാൻ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് അങ്ങനെ മുന്നേറാൻ പറ്റുള്ളൂ. അതാണ് നമ്മളുടെ ജീവിതത്തിലെ വിജയം എന്ന് പറയുന്നത്. ആ വിജയത്തിലേക്ക് എത്താൻ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഈ ഏകാദശിയെ വളരെ നന്നായി മനഃശുദ്ധിയോടുകൂടി ഭഗവാനോട് ചേർന്നിരുന്ന് സന്തോഷമായി ശാന്തിയും സമാധാനത്തോടും കൂടി ഈ ഏകാദശി വ്രതം എടുക്കാൻ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ.